സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുലേഖ ശശികുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. സുലേഖ, എങ്ങനെയാണ് സംസ്ഥാനത്തെ മഴയുടെ സമഗ്രമായ വിവരങ്ങൾ? അക്ഷയ്, സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് തെക്ക് മധ്യ കേരളത്തിൽ ഇത്തരത്തിൽ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നെന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. വരുന്ന 5 ദിവസം കൂടി ഇത്തരത്തിൽ ശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 24-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം കർണാടക തീരത്ത് ഇത്തരത്തിലുള്ള മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമില്ല. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അത്തരത്തിൽ കനത്ത മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ മഴ തുടരാനുള്ള ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ്. അതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തെക്ക് മധ്യ കേരളത്തിലാണ് ഇത്തരത്തിൽ മഴ കനക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അത് വരുന്ന 5 ദിവസം കൂടി ഇത്തരത്തിൽ കനത്ത മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അക്ഷയ്.